വീടിൻ്റെ ബഡ്ജറ്റ് തെറ്റുന്നതിൽ മെയിനായിട്ടുള്ള റീസൺ വീടുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ് അത് വെച്ചിട്ട് കൃത്യമായിട്ട് തന്നെ വീട് ഡിസൈൻ ചെയ്യുക. ആ ഡിസൈൻ അനുസരിച്ച് വ്യക്തമായിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോഴാണ് ആ വീട് ആ ബഡ്ജറ്റിൽ തീരുമോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് ആദ്യം അറിയാൻ പറ്റുള്ളൂ. അതല്ല, ആ ഒരു ഡിസൈൻ നമ്മുടെ ആ ബഡ്ജറ്റ് തീരുന്നില്ലെങ്കിൽ അതിൽ തന്നെ അതിന് നെസസറി ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി വേണം ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്ന്, ചില ക്ലയൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ ഡിസൈൻ ചേഞ്ച് ചെയ്യും. അവർ വീട് പണി കുറച്ച് പുരോഗമിച്ച് വരുന്ന സമയത്തായിരിക്കും അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഇത് എക്സ്പെൻസ് വളരെയധികം കൂട്ടും. അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രോപ്പർ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആകിയതിന് ശേഷം നമ്മളിതൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കോൺട്രാക്റ്റിലും നല്ല ക്ലാരിറ്റി വരുത്തണം. അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഹിഡൻ ചാർജസ് ഒന്നും വരാത്ത രീതിയിൽ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയുള്ളൊരു എഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം. അത് നമ്മുടെ കോസ്റ്റ് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ സഹായിക്കും.